ഹായ് കൂട്ടുകാർക്ക് നക്ഷത്രം ഇഷ്ടമല്ലേ? പുഷ്പം ഇഷ്ടമല്ലേ? എന്നാൽ നക്ഷത്രവും പൂവിനെയും കുറിച്ചുള്ള ഒരു കവിതയാണ് നാം പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും വിനയവും താഴ്മയും വെച്ചു പുലർത്തണം. അവർക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്ന ഒരു ആശയമാണ് ഈ കവിതയിൽ നമുക്ക് മഹാകവി വീരാൻകുട്ടി പറഞ്ഞു തരുന്നത്. ആദ്യം ഈ കവിത ഒന്ന് പാടി നോക്കാം. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ? താണുപോയല്ലോ ശിരസ്, ചെടിക്കീറനായല്ലോ മീകൾ, ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാരിൽ. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ, രത്നം പാതിച്ചതുപോലെ അതിൻ കാന്തിയെങ്ങും ചിതറുന്നു. കണ്ണഞ്ചുമാറായി വ്യോമം, മണ്ണിൽ ഇത്രയുമുണ്ടാവുമോ ചന്തം? നക്ഷത്രമത്ര നിസാരം, ഇതാ ഭൂമിയിലെ പൊന്നു താരം. അത്രയും താഴ്മയിൽ നിന്നേ വരൂ, ഇത്രക്കായകു പൂവിനും. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു. ആകാശത്തുള്ള ഒരു നക്ഷത്രത്തെ കാട്ടിച്ചുകൊണ്ട് ആകാശം മുക്കുറ്റിച്ചെടിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ? ഇതുപോലത്തെ ഭംഗിയുള്ള അടിപൊളി നക്ഷത്രത്തെ പോലുള്ള വല്ലതും നിന്റെ കയ്യിലും ഉണ്ടോ എന്നോട് മത്സരം കൂടാൻ? നക്ഷത്രത്തിന് എന്ത് ഭംഗിയാണ്, നിന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, താണുപോയല്ലോ ശിരസ്, ചെടി ഈ കീറനായല്ലോ മീകൾ. അത് കേട്ടിട്ട് മുക്കുറ്റിച്ചെടി തല താഴ്ത്തി, മാത്രമല്ല തൻ്റെ കണ്ണിലൂടെ കണ്ണുനീരുകൾ ഒഴുകാൻ തുടങ്ങി. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാരിൽ. തനിക്ക് ഇതൊന്നും ഇല്ല എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ തൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകൾ വഹിച്ചുകൊണ്ടാണ്, ദുഃഖിച്ചുകൊണ്ടാണ് മുക്കുറ്റിച്ചെടി തല താഴ്ത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. മുക്കുറ്റി അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്ത്, മുക്കുറ്റിച്ചെടിയുടെ തലയുടെ തലപ്പത്ത് നിന്ന് ഒരു കൊച്ചു പൂവ് ഇങ്ങനെ പുഷ്പിച്ചു വരുന്നുണ്ട്. രത്നം പതിച്ചതുപോലെ അതിൻ കാന്തിയെങ്ങും ചിതറുന്നു. ആ പൂവ് അങ്ങനെ വിരിഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്ത്, രത്നം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, രത്നപ്പല്ലിനെ പോലെ നല്ല ശോഭയുള്ള നല്ല രസമുള്ള ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞു വന്നു. കണ്ണഞ്ചുമാറായ വ്യോമം, മണ്ണിൽ ഇത്രയും ഉണ്ടാവുമോ ചന്തം? അത് കണ്ടിട്ട് ആകാശത്തിന് ആകെ അത്ഭുതം തോന്നി. എന്ത് രസമുള്ള പൂവാണ്, ഭൂമിയിലെ മണ്ണിൽ നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ആകാശം പോലും വിചാരിച്ചു പോയി. ആകാശമല്ലേ പോയി മുക്കുറ്റിച്ചെടിയെ നക്ഷത്രത്തെ കാണിച്ചുകൊണ്ട് കളിയാക്കിയത്. ഇത് കണ്ടിട്ട് ആകാശം ആകെ അത്ഭുതപ്പെട്ടു. നക്ഷത്രമത്ര നിസാരം, ഇതാ ഭൂമിയിലെ പൊന്നുതാരം. ഇത് ഈ പുഷ്പത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ എന്ത് ചെയ്ത്, നക്ഷത്രത്തിൻ്റെ ഭംഗിയൊക്കെ തീരെ ഇല്ലാതായി. അത്രയും ഭംഗിയുണ്ട് ആ പൂവിന്. അത്രയും താഴ്മയിൽ നിന്നേ വരൂ, ഇത്ര കേകു പൂവിന്. അത്രയും താഴ്മയിലുള്ള നിന്നത് കൊണ്ടാണ് മുക്കുറ്റി പൂവിന് ഇത്ര കേക എന്ന് ആകാശത്തിന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താഴ്മയും വിനയവും കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്നാണ് മഹാകവി വീരാൻകുട്ടി ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ പാഠപ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഇനി എല്ലാവരും എന്ത് ചെയ്യുക, ഈ പാഠം നന്നായി വായിക്കുക. ഒരു 4 വരിയെങ്കിലും ഇത് പാടിയിട്ട് അതിൻ്റെ വോയിസ് എനിക്ക് ഇട്ട് തരണം. പിന്നെ ഈ പാഠം എന്ത് ചെയ്യുക, ഈ കവിത നന്നായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക ഫുള്ളായിട്ട്. ഓക്കെ, നല്ല വൃത്തിയിൽ എഴുതണം എല്ലാവരും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.